പെരുന്നാളായിട്ട് രാവിലെ എണീറ്റ് പല്ല് തേച്ച് കുളിച്ച് ഫുഡ് കഴിച്ച് നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ മുകളിൽ പോയി. നമ്മളെല്ലാം ഞാൻ മാത്രമേ പോയുള്ളൂ. എന്നിട്ട് ഗൈസ് നമ്മൾ അതുവഴി യാദൃശ്ചികമായിട്ട് ഒരു യാത്ര ഉണ്ടായി. അവിടെ എല്ലാവരും മുകളിൽ പെരുന്നാളായിട്ട് ഷാനിത്താടെ വീട്ടിൽ പോവാണ്. അപ്പം ഞാൻ പോകുവാണ്. എനിക്കെപ്പോഴും രാവിലെ നമ്മൾ തന്നെ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ പോയിട്ട് പെരപ്പംകോടൊന്ന് കയറണം. അതായത് വല്യമ്മയുടെ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ ഗൈസ് നല്ല വീതിയുള്ള ഊഞ്ഞാൽ കിടക്കാം നമുക്ക്. അങ്ങനെ നമ്മളെല്ലാവരും അതിലിരുന്ന് ആടി നാരങ്ങകളൊക്കെ കുടിച്ചു. പിന്നെ പരപ്പൻകോട്ടയിട്ട് തന്നെ നല്ല ദൂരമുണ്ട്. പിന്നെ അവിടുന്ന് ചിറയൻകീഴ് പോകണം. അങ്ങനെ നമ്മൾ ഗൈസ് നല്ലോണം തളർന്നു. ദിയ ഫ്രണ്ടിലായിരുന്നു. പിന്നെ നമ്മൾ ചോക്കോബാറൊക്കെ വാങ്ങിച്ചു. അപ്പോഴാണ് ഗൈസ് കുറച്ച് ജീവൻ വീണത്. അങ്ങനെ പിന്നെ നമ്മളവിടെ എത്തി. അവരൊക്കെ മേലെ വീട്ടിൽ കയറിയിട്ടേ വരുന്നുള്ളെന്ന് അറിഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മൾ അവിടെ നമ്മൾ കുഞ്ഞാവയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത് തന്നെ. അങ്ങനെ പിന്നെ നിഹാക്കും എനിക്ക് അവിടെ എല്ലാവർക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരെ. ഇതാണ് നമ്മുടെ ഇത്താടെ വീട്. എനിക്കിഷ്ടം കാരണം ഇവിടെ വയലുണ്ട് ഗൈസ്. ഞാൻ വേറെ എവിടെയും വയലിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല. ആകെ ഇവിടെ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിവിടെ വയലിൽ ഇറങ്ങണം. പിന്നെ ബാൽക്കണിയിൽ പോയപ്പോൾ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി. ഇത് യാദർശികമായിട്ട് കിട്ടിയതാണ് ഗൈസ്. പിന്നെ അവിടെ നല്ല കാറ്റായിരുന്നു. എവിടെ തിരിഞ്ഞാലും കാറ്റാണ്. നല്ല വയലിൻ്റെ തൊട്ടടുത്താണല്ലോ വീട്. ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അവിടെ കുറേ നേരം അങ്ങോട്ട് ഇരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. മന്തി റൈസ് ഉണ്ടായിരുന്നു. ഞാൻ ബിരിയാണി പ്രതീക്ഷിച്ചാണ്, പക്ഷേ മന്തിയായിരുന്നു. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു. പിന്നെ മന്തിയുടെ ചിക്കൻ, പിന്നെ ഒരു ബൗളും കൂടി മന്തി റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതിങ്ങനെ ബീഫും പപ്പടമൊക്കെ മന്തിയുടെ കൂടെ കഴിക്കുന്നത്. പിന്നെയാണ് എനിക്ക് തോന്നി കുഴപ്പമില്ലാതെ കൊള്ളാം. റൈസും ബീഫും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വയലിറങ്ങാൻ നട്ടപ്പൊരി വെയിലാണെന്ന് വിചാരിക്കും. പക്ഷേ വെയിലൊന്നൊരു സുഖമുള്ള വെയിലാണ്. കാരണം നല്ല കാറ്റായാണ്. നമ്മൾ വെയിലൊന്നും അറിയില്ല. ഞാൻ ആദ്യം ഗൈസ് ഇവിടെ വന്നപ്പോൾ ഇത് തോടാണെന്ന് വിചാരിച്ച് ഇപ്പുറത്തെ സൈഡിലങ്ങ് ഇറങ്ങി കൊടുത്തു. അപ്പോഴതിൻ്റെ അതിൻ്റെ ഉള്ളിലോട്ടങ്ങ് പോയി കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ. പിന്നെ ഞാൻ വിചാരിച്ചത് എനിക്ക് ഈ വയലിറങ്ങി ഒരുമാതിരിയായിരുന്നു. എൻ്റെ വിചാരം ആ വയലിൽ കിടക്കുന്ന ചാണകമാണെന്നാണ്. പക്ഷേ അത് ചെളിയാണല്ലേ, ആയിരിക്കും. പിന്നെ നല്ല പച്ചപ്പുള്ള സ്ഥലവും പച്ചപ്പില്ലാത്ത സ്ഥലവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊന്ന് നടന്നു പോകാൻ പറഞ്ഞു. നടന്നു പോയപ്പോൾ നല്ല ഡിഫറൻസ് ഇല്ലേ. എനിക്ക് പച്ചപ്പുള്ള ഭാഗം ഭയങ്കര ഇഷ്ടമായി. ഫുള്ള് പച്ചപ്പുള്ള സമയത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട് നല്ല പായ വിരിച്ച പോലെ ഉണ്ട്. എനിക്ക് ഭയങ്കര 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 ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ.